ഘോരാണാം ദാനവാനാം നിരുപമകൃതനാ ഭാരതിന്നാം ധരിത്രീം ഓരോ ലീലാവതാരൈരഴകിനോടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംഭോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളുമുലകുണരും പത്മനാഭം ഭജേധാ. പുരുഷാർത്ഥദുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ ശ്രീമൽപാദാരവിന്ദങ്ങളെ ഹൃദയകമലകർണികാമധ്യത്തിങ്കലം മാറുവച്ച് നിസ്തുല ഭക്തി പുരസരമാകും വണ്ണം ഉപാസിച്ചുകൊള്ളണം. കാരുണ്യലക്ഷ്മീ നിയോഗാൽ. എങ്കിലോ പണ്ട് സൂര്യവംശശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷ കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷിയോടുകൂടെ മിഥിലാ രാജധാനിയെ പ്രാപിച്ച സമയത്തിങ്കൽ ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെയും കുമാരന്മാരുടെയും വരവറിഞ്ഞ് അവരെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് സൽക്കരിച്ചതിന്റെ ശേഷം ജനക മഹാരാജാവാൽ ആനയിക്കപ്പെട്ട വില്ല് വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം എടുക്കുവാനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ പുറപ്പെടുകയും ചെയ്തു. തദനന്തരമാകട്ടെ പ്രണിപത്യ കുമാരോയം മൃഡാന്യൈ ച മൃഡായ ച ഉദ്യുക്തോ ധനുരാദാതും സ്മയമാനമുഖാംബുജാ. അയം കുമാര മൃഡാന്യൈ ച മൃഡായ ച പ്രണിപത്യ. ആ കുമാരൻ മൃഡാനിക്കായിക്കൊണ്ടും മൃഡനായിക്കൊണ്ടും നമസ്കരിച്ചു. ആ കുമാരൻ ശ്രീരാമചന്ദ്രൻ ശ്രീപാർവതി ദേവിയെയും ശ്രീപരമേശ്വരനെയും പോലെ നമസ്കരിക്കേണ്ടായി. വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായിട്ട് വന്നതാണല്ലോ ആ ശ്രീരാമചന്ദ്രനും അനുജനായിട്ടുള്ള ലക്ഷ്മണനും. യാഗരക്ഷയ്ക്ക് കഴിഞ്ഞ് അവരോടൊന്ന് പുറപ്പെട്ട് ഗൗതമാശ്രമത്തിലെത്തി അഹല്യയ്ക്ക് ശാപമോക്ഷക്ക് കൊടുക്കൽ കഴിഞ്ഞ് ആ മിഥിലാ രാജധാനിയിലെത്തി. ആ മിഥിലാ രാജധാനിയിലെത്തിയ സമയത്ത് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെയും കുമാരന്മാരുടെയും വരവറിഞ്ഞ് അവരെ വേണ്ട വിധത്തില് സ്വീകരിച്ച് സൽക്കരിക്കേണ്ടായി. എന്താ ആ സർവരാലും പൂജിതനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയാണ് എഴുന്നള്ളുന്നത്. കൂടെ വരുന്നതോ അയോധ്യാധിപതി ആയിട്ടുള്ള ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാര്. അപ്പോ ഏത് വിധത്തിലും അവരെ മാനിക്കണം, വഴിപോലെ വേണ്ട വിധത്തില് അവരെ സ്വീകരിച്ച് സൽക്കരിക്കേണ്ടായി. ആ ശ്രീരാമചന്ദ്രനെ കണ്ട സമയത്ത് ജനക മഹാരാജാവിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താ അദ്ദേഹത്തിന് തോന്നിയത്? തന്റെ പുത്രി സീതയ്ക്ക് അനുരൂപനായിട്ടുള്ളതാണ് ഈ കുമാരൻ രാമൻ, അനുയോജ്യനാണ്. തന്റെ പുത്രിക്ക് യോജ്യനായിട്ടുള്ള വരനാണല്ലോ എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പൊ തന്നെ വേറൊരു വിചാരം ഉണ്ടായി. എന്താ അത്? തന്റെ ആഗ്രഹം നടക്കാൻ പോണില്ല. എന്താ? സീതയെ രാമന് കൊടുക്കാൻ നിവർത്തിയില്ല. സീതയുടെ സ്വയംവരെ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്ങനെയത്? അവിടെയുള്ള ആ വില്ല്, ആ ത്രയംബകം വില്ല് ആരാണോ എടുക്കണത്, എടുത്തു കൊലക്കണത്, അയാൾക്കാണ് കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അനവധി രാജാക്കന്മാര് പരിശ്രമിച്ച് പരാജയപ്പെടൽ കഴിഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാര്, ശക്തന്മാര്. ആ സ്ഥാനത്ത് ഈ കുട്ടി, കുമാരൻ, നന്ന ചെറുപ്പം, ഈ ബാലനതെങ്ങനെ സാധിക്കാനാ? അപ്പൊ തന്റെ ആഗ്രഹം വെറുതെയാണ്, സാധിക്കില്ല. ഈ മനോവിചാരത്തോടു കൂടി നിൽക്കണത്, ചിന്താകുലനായി നിൽക്കണത് വിശ്വാമിത്ര മഹർഷി കണ്ടു. എന്താ ജനകൻ, എന്താ അങ്ങ് ആലോചിക്കണത്? എനിക്കൊന്നുമില്ല, ഞാനൊരു കാര്യം ഇങ്ങനെ നിരീക്ഷിച്ചു. എന്താച്ചാലും പറയൂ. അല്ല, എന്റെ പുത്രി സീതയ്ക്ക് അനുരൂപനായിട്ടുള്ളതാണ് ഈ കുമാരൻ രാമൻ. പക്ഷെ രാമൻ കുട്ടിയല്ലേ, ബാലൻ. ഈ വലുതായിട്ടുള്ള വില്ലെടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് നിന്നതാ. ഏയ്, അങ്ങനെ വിചാരിക്കണ്ട. രാമനെ കൊണ്ട് വില്ലെടുക്കാൻ സാധിക്കും. മഹാരഥന്മാരായിട്ടുള്ള രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ട സ്ഥാനത്ത് ഈ കുമാരൻ ആ വലുതായിട്ടുള്ള വില്ലെടുക്കുന്നോ? മഹാരാജാവ്, ഞാനല്ലേ പറയണത്, അങ്ങോട്ടും മടിക്കാണ്ടേ ആ വില്ലിങ്ങടെ എത്തിച്ചോളൂ. ഞാനാണ് വാക്ക് പറയണത്. രാമനെ കൊണ്ട് വില്ലെടുക്കാൻ സാധിക്കും. വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോ ജനക മഹാരാജാവിന് ഒരു ഉത്സാഹമായി. എന്താ അത്?
വെറും വാക്ക് പറയണ ആളല്ലല്ലോ വിശ്വാമിത്ര മഹർഷി. ആരാ അവിടെ ആ വില്ലിങ്ങടെ എത്തിക്കുക? അനവധി ഭടന്മാര് കൂടി ആ വില്ല് അവിടെ എത്തിച്ചു. ആ വില്ല് അവിടെ എത്തിച്ചു കണ്ട സമയത്ത് രാമനും അതെ മന്ദസ്മിതത്തോടുകൂടി ആ വില്ല് നോക്കുണ്ടായി. രാമ, വിശ്വാമിത്ര മഹർഷി വിളിച്ചു. ഞാൻ മുമ്പ് ആശ്രമത്തിൽ വെച്ച് പറയണ്ടായില്ലേ, ആ ശ്രീ പരമേശ്വരൻ ജനക മഹാരാജാവിന് കൊടുത്ത വില്ലുണ്ട് എന്ന്. ത്രയംബകം വില്ല്, ത്രിപുരന്മാരെ വധിക്കാൻ ഉപയോഗിച്ച ആ ദിവ്യായിട്ടുള്ള വില്ല് എന്ന് പറയണ്ടായില്ലേ. ആ വില്ല രാമ ഈ കാണത്. എന്താ രാമ, ഈ വില്ലൊന്ന് എടുത്താൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? മടിക്കണ്ട, എടുത്തോളൂ. ചെല്ലു രാമ, ചെന്നാ വില്ലെടുത്ത് ഉലയ്ക്കൂ. വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശം ലഭിച്ചപ്പോ രാമനതേ താല്പര്യായി. എന്താ, അയം കുമാര, കുട്ടിയല്ലേ, എന്തിനോടും കൗതുകമുള്ള പ്രായമാണല്ലോ ആ ബാല്യകാലം. അപ്പോ ആ മഹർഷിയുടെ നിർദ്ദേശം കൂടി ലഭിച്ചപ്പോ രാമൻ നേരെ ചെന്നു ആ വില്ലെടുക്കാനായിട്ട്. അവിടെ ചെന്നിട്ടോ അയം പ്രണിപത്യ, നമസ്കരിക്കേണ്ടായത് ആരെയാ? വില്ലിനെയാണോ നമസ്കരിച്ചത്? അല്ല, പിന്നെയോ മൃഡാന്യേച്ച മൃഡായച്ച, ശ്രീ പാർവതി ദേവിയെയും ശ്രീ പരമേശ്വരനെയാണ് ശ്രീരാമചന്ദ്രൻ പോലെ നമസ്കരിക്കേണ്ടായത്. എന്താ പാർവതി ദേവിയും പരമേശ്വരനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞത്? ശ്രീ പരമേശ്വരന്റെ അല്ലേ ഈ ത്രയംബകം വില്ല്. ആ വില്ലെടുക്കുമ്പോ ഭഗവാനെ നമസ്കരിച്ചാ പോരെ? പാർവതി ദേവി എന്തിനാ നമസ്കരിക്കണത്? ശിവനെ നമസ്കരിച്ചാ പോരെ എന്നാണെങ്കിൽ കുമാര, കുട്ടിയല്ലേ, വകതിരിവൊന്നും ഇല്ലല്ലോ. ആരെ ആദ്യം നമസ്കരിക്കേണ്ടത്, ആരാ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നൊന്നും അറിഞ്ഞിട്ടല്ല. ആദ്യം അമ്മേ ദേവി തോന്നി നമസ്കരിച്ചു, പിന്നെ ശിവൻ. അങ്ങനെയല്ല, കരുതിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒന്നും കണക്കാക്കാണ്ടല്ല പാർവതി ദേവി ആദ്യം നമസ്കരിച്ചത്, കണക്കാക്കിയിട്ട് തന്നെയാണ്. എന്താ അത്? ആരുടെ വില്ല്? ശ്രീ പരമേശ്വരൻ ജനക മഹാരാജാവിന് കൊടുത്ത വില്ല. അപ്പോ വളരെ കാലം പഴക്കമുള്ള വില്ല, അനവധി കാലായിട്ട് വെറുതെ ഇരിക്കണതാ. അപ്പോ ആ വില്ലെടുത്ത് കൊലയ്ക്കാൻ പുറപ്പെട്ടാൽ ആ വില്ലിന് വല്ല കേടും സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ സംഭവിച്ചാൽ ശ്രീ പരമേശ്വരന് കോപം വരും. അതില്ലേ, ആഹാ ധിക്കാരി, നീ എന്റെ വില്ല് നശിപ്പിച്ചു അല്ലേ, ആ ദിവ്യായിട്ടുള്ള വില്ല് നീ നശിപ്പിച്ചു അല്ലേ, ആരാണത്? അവന്റെ കഥ കഴിക്കുക. ക്ഷിപ്രകോപിയാണല്ലോ ഭഗവാൻ ശ്രീ പരമേശ്വരൻ. അദ്ദേഹം കോപിച്ചു പുറപ്പെട്ടു എന്ന് വരും. അങ്ങനെ അദ്ദേഹം കോപിച്ചു പുറപ്പെട്ടാൽ അദ്ദേഹത്തെ തടയാൻ ഈ ലോകത്തിങ്കൽ ആർക്കും സാധിക്കില്ല, ശക്തിയില്ല. ഒരേ ഒരാൾക്കേ ഭഗവാനെ തടയാൻ സാധിക്കുള്ളൂ. തന്റെ നേരെ കോപിച്ചു പുറപ്പെട്ടാൽ ആ ഭഗവാനെ തടയാൻ ഒരേ ഒരാൾക്കേ സാധിക്കൂ. ആർക്കാ? പാർവതി ദേവിക്ക്. പാർവതി ദേവി വിചാരിച്ചാൽ ഭഗവാനെ തടയാൻ സാധിക്കും. എങ്ങനെയത്? ഭഗവാൻ കോപിച്ചു പുറപ്പെടുമ്പോ പാർവതി ദേവി അത് കാണും. എവിടേക്കാണ് ഇത്ര ധൃതിയിൽ പുറപ്പെട്ടേക്കണത്? അതെ പാർവതി, കുറച്ച് ധൃതിയിൽ തന്നെയാ. ഞാൻ അവന്റെ കഥ കഴിക്കാൻ പോവാ. അവന്റെ കഥയോ? ആരുടെ കഥ? അങ്ങ് അങ്ങനെ ഒരാളുടെ കാര്യം പറഞ്ഞ കേൾക്കുണ്ടായില്ലല്ലോ. അവനില്ലേ, ആ ദശരഥന്റെ പുത്രൻ രാമൻ, അഹങ്കാരി. എന്റെ വില്ല് അവൻ നശിപ്പിച്ചു. അങ്ങയുടെ വില്ലോ? അതിന് രാമൻ എവിടെയൊന്നും വരണ്ടായില്ലല്ലോ അങ്ങയുടെ വില്ല് നശിപ്പിക്കാൻ. ഇവിടെയുള്ള എന്റെ വില്ലല്ല, അവിടെയുള്ള എന്റെ വില്ല്. അവിടെയുള്ള വില്ലോ? ഞാൻ ജനകന് കൊടുത്തില്ലേ ആ വില്ല്? അങ്ങ് ജനകന് കൊടുത്തു എന്ന് അങ്ങനെ പറയുന്നു. ജനകന് കൊടുത്ത വില്ല് ജനകന്റെ വില്ലല്ലേ? ജനകന്റെ വില്ല് നശിപ്പിച്ചാൽ ജനകനല്ലേ ദേഷ്യം വരേണ്ടത്? അതിന് അങ്ങ് എന്തിനാ ഈ ശുണ്ഠെടുത്ത് പുറപ്പെടുന്നത്? പാർവതി, ഞാൻ ജനകന് കൊടുത്താലും ആ വില്ല് അതെന്റെ വില്ലനെയല്ലേ? അതെങ്ങനെ അങ്ങയുടെ ആവുക? മറ്റൊരാൾക്കൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവനോന്റെ എന്ന് പറയാൻ പാടില്ലല്ലോ. അത് സാമർഥ്യം അതിന് പറയാ. പാർവതി പാർവതി എന്ത് പറഞ്ഞാൽ ശരി, ആ വില്ല് അതെന്റെ വില്ല് തന്നെയാണ്. ഞാൻ ആവശ്യം കഴിഞ്ഞപ്പോൾ ജനകന് കൊടുത്തു. അതെന്നെയാ പറഞ്ഞത്. ആവശ്യം കഴിഞ്ഞ് ഉപയോഗം ഇല്ലാണ്ടായപ്പോൾ കൊണ്ട് കളഞ്ഞു എന്ന് വേണം പറയാൻ. ആ കളഞ്ഞ വില്ല് ജനകനെടുത്ത് പൂജിച്ചു എന്ന് വെച്ചോളൂ. അത്രേ ഉള്ളൂ. അത്രയല്ല പാർവതി, അതങ്ങനെ ചെറുതായി കാണണ്ട. ആ വില്ല് അതെന്റെ വില്ല് തന്നെയാണ്. ഞാൻ അവന്റെ കഥ കഴിക്കും. എനിക്ക് ദേഷ്യം സഹിക്കുക വയ്യാണ്ടായിട്ടുണ്ട്. എനിക്കറിയാം അങ്ങക്ക് ദേഷ്യം സഹിക്കുക വയ്യാണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷെ ദേഷ്യം ഇപ്പോൾ അതിനൊന്നുമല്ല. പിന്നെ വെറുതെ ഞാനങ്ങോട്ട് ദേഷ്യപ്പെടുമോ? അതന്നെ ഞാൻ ചോദിക്കണേ. വെറുതെ എന്തിനാന്ന്? വെറുതെ അല്ല, ദേഷ്യം വേറൊരു കാര്യത്തിനാണ്. വേറൊരു കാര്യമോ? ഇവിടെ ഇപ്പം എന്താ വേറൊരു കാര്യം? ഇതൊക്കെ എനിക്കറിയാം. പാർവതി എന്താച്ചാ വേഗം പറയൂ, എനിക്ക് ധൈര്യമുണ്ട്. രാമൻ നമസ്കരിക്കേണ്ടായില്ലേ? എന്നെ നമസ്കരിച്ചു. അങ്ങേ നമസ്കരിച്ചു, എന്നെ നമസ്കരിച്ചു, പാർവതിയെ നമസ്കരിച്ചു. ആരെ ആദ്യം നമസ്കരിച്ചത്? അത് പാർവതിയെ.
ആ അതന്നെയാണ് അങ്ങയുടെ നീരസത്തിന് കാരണം. രാമൻ ആദ്യം എന്നെ നമസ്കരിച്ചാലല്ലേ അങ്ങക്ക് വിരോധം രാമനോട് തോന്നാൻ, അല്ലാണ്ട് അങ്ങയുടെ ആ പഴയ വില്ല് കേടുവരുത്തിയുള്ള ദേഷ്യമല്ലല്ലോ. പാർവതി പാർവതി ആദ്യം നമസ്കരിച്ച് എനിക്കെന്താ? അതന്നെ ഞാൻ ചോദിക്കണേ, അങ്ങക്ക് എന്താന്ന്? അതൊക്കെ എനിക്കറിയാം. വലിയ കേമായിട്ട് പറയും പാർവതി പാർവതി ഞാനും നീയും രണ്ടല്ല ഒന്നന്നെയാന്നൊക്കെ. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ ഇത്രേ ഉള്ളൂ. എന്നെ ആരും ആദ്യം ബഹുമാനിക്കണത് അങ്ങക്ക് ഇഷ്ടമല്ല. അങ്ങയുടെ കഴിഞ്ഞിട്ടാണെങ്കിൽ വിരോധമില്ല, അല്ലെങ്കിൽ അങ്ങക്കും വിരോധമാണ്. അതല്ലേ ഇപ്പൊ ഈ കാണിക്കാൻ പോണത്. അല്ലെങ്കിലും സ്വാർത്ഥനാണല്ലോ പുരുഷന്മാര്. വലിയ കേമായിട്ട് പറയും സ്ത്രീകൾക്ക് തുല്യ സ്ഥാനം തുല്യ പദവി ഒപ്പാണ് എന്ന്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോ എന്നും രണ്ടാം സ്ഥാനം തന്നെയുള്ളൂ. ആദ്യം നമുക്കെന്നെ കിട്ടണം, അതിനുശേഷം വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി സ്ത്രീകൾക്ക്. ഇതല്ലേ എല്ലാവരുടെയും മനോഭാവം. അങ്ങും ഒട്ടും വ്യത്യസ്തനല്ല, എല്ലാവരെയും പോലെ തന്നെയാണ്. അതല്ലേ ഇപ്പൊ ഈ ചുണ്ടെടുത്ത് പുറപ്പെടുന്നത്. പാർവതി പാർവതി എന്തിനാ വേണ്ടാത്ത ചിന്തിക്കണത്? വേണ്ടാത്തല്ല, വേണ്ടത് തന്നെ ഞാൻ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ അങ്ങനെയൊന്നും നിരീക്ഷിച്ചിട്ടല്ല എന്ന്. ഉറപ്പാണോ അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ല എന്ന്? സംശയമില്ല, അങ്ങനെ ഒന്നും നിരീക്ഷിച്ചിട്ടല്ല. എന്നാ രാമന്റെ നേരെ ആയുധെടുത്ത് പുറപ്പെടുന്നത്. പാർവതി അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇതന്നെയല്ലേ ബന്ധമുള്ളൂ. എന്നെ ആദ്യം നമസ്കരിച്ചതിൽ വിരോധമില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് രാമന്റെ നേരെ ആയുധെടുത്ത് പുറപ്പെടുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം ഈ പറയലല്ലാണ്ട് ഒന്നുമില്ല. എന്നോടുള്ള നീരസം കൂടി കാണിച്ചിട്ടല്ലേ ഇപ്പൊ ഈ പുറപ്പെടുന്നത്. പാർവതി ഞാൻ അങ്ങ് രാമന്റെ നേരെ പുറപ്പെടരുത്. അങ്ങനെ പാർവതി ദേവിയുടെ നിർബന്ധം. ഭഗവാൻ എങ്ങനെയായാലും പാർവതി ദേവി പറഞ്ഞാൽ തള്ളാൻ പറ്റില്ലല്ലോ. എന്താ അത്? അവർ രണ്ടല്ല ഒന്ന് തന്നെയാണ്, ശിവനും പാർവതിയും. അങ്ങനെ പാർവതി ദേവിയുടെ വാക്കുകൾ കേട്ട് ഭഗവാൻ കോപമടക്കി പുറപ്പെടാണ്ടിരിക്കും. അങ്ങനെ ഈ ലോകത്തിങ്കൽ ഭഗവാനെ തടയാൻ പാർവതി ദേവിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് പാർവതി ദേവി ആദ്യം നമസ്കരിച്ചത്. അമ്മേ ദേവി പാർവതി ദേവിയെ വഴി പോലെ നമസ്കരിച്ചു. പിന്നെയോ ആ ഭഗവാനെയും. പിന്നെയോ ധനു ആ ധാതും ഉദ്യുക്ത ആ ധനുസിനെ ആദാനം ചെയ്യാനായി കൊണ്ട് ഉദ്യുക്തനായി പുറപ്പെട്ടു. ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ടോ വളരെ വലിയ വില്ല്. രാമനോ നന്ന കുട്ടി, കുമാര നന്ന ചെറുപ്പം. അനവധി ആൾക്കാര് ആ വില്ലെടുത്ത് പരിശ്രമിച്ച് പരാജയപ്പെട്ടു എന്ന് കേട്ടിട്ടുമുണ്ട്. അപ്പൊ രാമനാകെ പേടിച്ച് പരിഭ്രമിച്ച് പരവശനായിട്ടാണോ ആ വില്ലിന്റെ അടുത്ത് ചെന്നെന്നുണ്ടെങ്കിൽ അല്ല. പിന്നെയോ സ്മയമാനമുഖാംബുജനായിട്ടാണ്. ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ്, എല്ലാവരെയും നോക്കി മന്ദസ്മിതത്തോടു കൂടിയാണ് രാമൻ ആ വില്ലെടുക്കാനായിട്ട് പുറപ്പെട്ടത്. ആ ശ്രീരാമചന്ദ്രനോ വിശ്വാമിത്ര മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ ത്രയംബകം വില്ലെടുക്കുവാനായിട്ടുള്ള ഉത്സാഹത്തോടു കൂടെ അവിടെ വർത്തിക്കുകയും ചെയ്തു. അപ്രകാരം എല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. കളവേണുരവ